നമുക്കെന്ന് തൃശ്ശൂക്കാരുടെ സ്വന്തം പോർക്കും കൊള്ളി ഉടനെ വെച്ച് നോക്കിയാലോ. ഞാൻ നാട്ടിൽ പോകുമ്പോൾ എപ്പോഴും അമ്മോട് ചെയ്യാൻ പറയുന്ന ഒരു കാര്യം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ആ പോർക്കിന്റെ നെയ്യൊക്കെ ഇറങ്ങിയ കൊള്ളിക്കട പിടിച്ചു കഴിയുമ്പോൾ അതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, വായിലിങ്ങനെ വെള്ളം കൊണ്ട് കൂടും. അപ്പൊ സമയം കളയണ്ട, ഉടനെ വീഡിയോയ്ക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. ഇനി അങ്കമാലിക്കാർക്കാണ് പോർക്ക് ഫേമസ്, അതിന്റെ റെസിപ്പി വേണമെങ്കിൽ എന്റെ ചാനലിൽ എടുപ്പുണ്ട്. പിന്നെ കാസർഗോഡിന്റെ പള്ളിക്കറി, അതിന്റെ റെസിപ്പി വേണമെങ്കിലും എന്റെ ചാനലിൽ എടുപ്പുണ്ട് കേട്ടോ. നമ്മുടെ തൃശ്ശൂക്കാരുടെ സ്വന്തം പോർക്കും കൊള്ളിയും റെഡിയാക്കാലോ. ഇത് വീട്ടിലെ റെസിപ്പിയാണ് കേട്ടോ. ഇത് 6 to 8 പേര് കഴിക്കാട്ടോ. പോർക്ക് 1 കിലോ വലിയ കഷ്ണങ്ങളായിട്ട് അത്യാവശ്യം നെയ്യുള്ളത്, അത് നന്നായിട്ട് വാഷ് ചെയ്ത് പ്രഷർ കുക്കറിലേക്ക് ഇടാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം, വെളുത്തുള്ളി 5 എണ്ണം അതും ഇടിച്ചിടാം, പിന്നെ പച്ചമുളക് ഒരു 5 എണ്ണം കീറിയിടാം, ഒരു ചെറിയ പീസ് ഇഞ്ചി ഇടിച്ചിടാം, പകുതി സബോള സ്ലൈസ് ചെയ്ത് അതും ഇടാം, 1 ടീസ്പൂൺ മഞ്ഞൾ, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇതെല്ലാം ഇട്ട് കൈ കൊണ്ട് അങ്ങോട്ട് തിരുമ. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് പ്രഷർ കുക്കർ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് 1 വിസിലടിക്കുക. അത് കഴിഞ്ഞാൽ വളരെ സ്ലോ ഇട്ട് 10 മിനിറ്റ് നേരം കുക്ക് ചെയ്യുക. അതിന് തണുപ്പിച്ച് അത് തുറക്കാം. നിങ്ങളുടെ പോർക്കിൻ്റെ വേവ് ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞ് ഇതേപോലെ കിട്ടും നിങ്ങൾക്ക്. അത് കഴിഞ്ഞ് ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ കൊള്ളി 1/2 കിലോ ക്ലീൻ ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തു അത് ആ പോർക്കിലേക്കാണ് ഇട്ട് കൊടുക്കാം. നെയ്യ് കയ്യിലുണ്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒന്നും അങ്ങോട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞാൽ കുക്കർ അടച്ച് വെച്ച് നല്ല ചൂടിൽ ഒറ്റ വിസിൽ അത്ര മതി. അത് കഴിഞ്ഞാൽ തണുപ്പിക്കുക, പ്രഷർ കളയുക, തുറക്കാം. ഇതേപോലെ പോർക്കും കൊള്ളിയും വെന്ത് കിട്ടുന്നുണ്ടോ നമുക്ക് നല്ല സോഫ്റ്റായിട്ട്. ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഒരു ഉരുളി അങ്ങോട്ട് വെച്ചേക്കാം, ഒരു മീഡിയം ലോ ചൂടിലിട്ടേക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടേക്കാം. പിന്നെ വെളുത്തുള്ളി ഒരു 5 എണ്ണം ഇടിച്ചത്, നമ്മുടെ ചുവന്നുള്ളി ഒരു 6 പീസ് ഇടിച്ചത്, കുറച്ച് കറിവേപ്പില, അതും ഇട്ടൊന്ന് അങ്ങോട്ട് 1 മിനിറ്റ് നേരം സോട്ട് ചെയ്തേക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യാം. വെളിച്ചെണ്ണയിലാണ്ട് മൂത്ത് വരും. 1 മിനിറ്റ് നേരം മതി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കൊള്ളിയും പോർക്കും ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുരുമുളക് പൊടി ഇട്ട് വെതറ മിക്സ് ചെയ്യുക. പിന്നെ തീ അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാം. അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരേ പീസ് കാണാനുണ്ടാവും. എവിടെയാണ് ഇനി കാണാൻ പറ്റുന്നത്? അത് നമ്മുടെ വയറിൻ്റെ ഉള്ളായിരിക്കും. അത്ര ടേസ്റ്റാണ്. വീട്ടിലെ റെസിപ്പിയാണ് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കണേ. ആ പോർക്ക് റെഡിയുണ്ട്. ആ ചൂടോടുകൂടി ആ ഉള്ളിൽ നിന്ന് എടുത്ത് തിന്നുമുണ്ടല്ലോ, അതിന്റെ ടേസ്റ്റ് വരല്ലേ. ആസ്വദിച്ചിട്ടുണ്ടേക്കാം. ആ പുള്ളി തന്നെ മതി, പോർക്കൊന്നും വേണ്ട. പുള്ളിക്ക് നെയ്യൊക്കെ ഇറങ്ങിയിട്ടേ കിടു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ. അപ്പൊ ഇതോ നോക്കണേ. ഈ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും മറക്കല്ലേ.